പ്രശംസ നടന്നവരുടെ മുകളിൽ മണൽ വാരി എറിയണമെന്നാണ്. അബ്ദുൽ മജീദ് അമാനി എൻ്റെ മഹലിലെ, ഞാനവിടെ 6 വർഷം ഇമാമായിരുന്ന ആളാണ്. അവിടെയാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്, കാരാളി പോണത്. അവിടെ ഇമാമാണ്. അദ്ദേഹം ആ മഹലിലെത്തിയതിന് ശേഷമുള്ള മഹലിൻ്റെ മാറ്റം വല്ലാത്തൊരു മാറ്റമാണ്. ഞാൻ ഇന്നലെ അവിടെ പ്രസംഗിക്കുക, ഞാൻ അവിടെ വെച്ച് പറഞ്ഞതാണ്. ഒരു മാറ്റം അവിടുത്തെ യുവാക്കളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന്, സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ മുഴുവനും ഒരുമിച്ച് കൂട്ടി ഒരിക്കലും പള്ളിയിൽ കയറില്ല എന്ന് വിചാരിച്ചവരെ പോലും ചുരുങ്ങിയ മാസം കൊണ്ട്, ഒരു 6 മാസമായിട്ടുണ്ടോ, 6 മാസമായിട്ടുണ്ടോ അല്ലേ? ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം കിട്ടിയിട്ടുണ്ടാവും, കാരണം എനിക്കറിഞ്ഞൂടെ. 6 മാസമായി ഇവിടെ വന്നിട്ട്. 6 മാസം കൊണ്ട് ആ മഹലിൽ ഞാൻ 6 വർഷം ഇരുന്നിട്ട് നടക്കാത്തത് കൊണ്ട് നടത്താൻ എത്രയോ ചെറുപ്പുണ്ടാകും. ഇന്നലെ ഞങ്ങളുടെ അവിടെ ഒരു ഓഡിറ്റോറിയത്തിന്റെ 1 കോടി രൂപ നിലവിച്ച് ഒരു ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം റഷീദ് നിശാബ് നിർവഹിച്ചു. അതിന്റെ സമാന പ്രസംഗത്തിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ നാട് മുഴുവൻ ഒരു ഉത്സവ ലഹരിയിലാണ്. അദ്ദേഹത്തെ കൊണ്ട് അത് സാധിപ്പിച്ചു എന്നത് മഅ്ദനി ഉസ്താദിന്റെ ശിക്ഷണത്തിന്റെ, ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ ഒരു ബറക്കത്താണ്. അത് അനുഭവിക്കുന്നുണ്ട് നാം. അള്ളാഹു അദ്ദേഹത്തിന് ആരോഗ്യത്തിന് ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാണ്. ആ ഒരു ബന്ധം ഉസ്താദ് അൻവാസിയുടെ, പിന്നെ ചേലക്കൽ ഉസ്താദ്, ഞങ്ങൾ രണ്ടുപേരും ഒരേ ഉസ്താദിന്റെ ശിഷ്യന്മാരാണ്. ശിഷ്യന്മാരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം വിളിച്ചിട്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ ഇന്നലെയാണ് ഞാൻ പ്രസംഗിക്കേണ്ടിരുന്നത്. എൻ്റെ മഹലിൽ ഒരു പരിപാടിയുടെ ഇന്നത്തേക്ക് മാറ്റിയെന്ന് മാത്രമാണ്. അതുകൊണ്ട് ആ സ്നേഹം അള്ളാഹു നിലനിർത്തി തരട്ടെ. ഈ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങുന്നത് മുത്താണ്, അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. പക്ഷെ മഅ്ദനി എന്ന് പറയുന്ന ഒരു തീവ്രവാദ സിംബലിന്റെ മുമ്പിൽ നമ്മൾ ഇതൊക്കെ അറിയാതെ പോവുകയാണ്. അങ്ങനെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുകയാണ്. അന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ തീവണ്ടിക്ക് അകത്ത് യാത്ര ചെയ്യുന്നവൻ അറിയില്ല തീവണ്ടിയുടെ വലിപ്പം. ഇതിന് വലിയ ചക്രമുണ്ടെന്നും ഇതിന് ഇത്രയും നീളമുണ്ടെന്നും അവൻ അറിയില്ല. അവൻ ആകെ അറിയുന്ന അവരുടെ കമ്പാർട്ട്മെന്റ് മാത്രമാണ്. യഥാർത്ഥത്തിൽ അതാണ് അൻവാർ ശരിയുടെ മുമ്പിൽ നമ്മൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ഥാപനത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാനം വരെ നിലനിർത്തി തരുമാറാണ്. അങ്ങനെ കുറെ ബന്ധങ്ങൾ എനിക്ക് അൻവാർ ശരിയുമായിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ ഉസ്താദ് ഞാനും ഒരേ ഉസ്താദ് ശിഷ്യന്മാരാണ്. ഷെയ്ഖുന കോയ ഉസ്താദ് അവர்கள் അള്ളാഹു ആരോഗ്യത്തിലുള്ള ഒരു കാഴ്ച നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ രണ്ടുപേരും ബാക്കിയാത്തിലെ സഹപാഠികളാണ്. അപ്പോ ഈ ഒരുമിച്ച് കൂടൽ യാഥാർത്ഥ്യമാകണം. അള്ളാഹുവിന്റെ ഖുർആൻ ഇപ്പോൾ മഅ്ദനിയുടെ കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം, പക്ഷെ ചെയ്യാവോ? ഉറക്കെ പറയും. ഇൻഷാ അല്ലാഹ് 2 സൈസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഖുർആൻ എനിക്കൊരു ഇഷ്ടപ്പെട്ട വിഷയമാണ് ഖുർആൻ. ഒന്ന് ഇൻഷാ അല്ലാഹ് ഇസ്രായേലി, ബനു ഇസ്രായേൽ പറഞ്ഞ ഇൻഷാ അല്ലാഹ്. മൂസാ നബി ചോദിച്ചു ചുമന്ന പശുവിനെ കൊണ്ടുവരാൻ. അപ്പൊ ബനു ഇസ്രായേൽ പറഞ്ഞു സൂറത്തുൽ ബഖറ ഇന്നാ ഇൻഷാ അല്ലാഹുവിന്റെ മുഖത്തത് നോക്കട്ടെ, കിട്ടിയ കൊണ്ടുവരാം. നോക്കട്ടെ, നടന്നൊക്കെ നോക്കിയിട്ട് എവിടെയും കിട്ടിയ പിന്നെ ഇൻഷാ അല്ലാഹ് മുഖത്തും കൊണ്ടുവന്നല്ലോ. നോക്കട്ടെ ഉസ്താദെ പറ്റിയ. അത് ഇൻഷാ അല്ലാഹ് ഇസ്രായേലി. വേറൊരു ഇൻഷാ അല്ലാഹ് ഉണ്ട്, ഇൻഷാ അല്ലാഹ് ഇസ്മായിലി. ഇസ്മായിൽ നബി പറഞ്ഞു ഇൻഷാ അല്ലാഹ്. വാപ്പ മലത്തിൽ കിടത്തിയിട്ട് കത്തി കഴുത്തിൽ വെച്ചിട്ട് മോനെ അറുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ മലന്ന് കിടന്നിട്ട് ഉപ്പാന്റെ മുഖത്ത് നോക്കിയിട്ട് വറുക്കുപ്പ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഉപ്പ ഇൻഷാ അല്ലാഹ് നമ്മൾ 2 പേരും സ്വർഗ്ഗത്തിലാണ്. അതാ ഇൻഷാ അല്ലാഹ് ഇസ്മായിലി. ഇസ്മായിൽ നബി പറഞ്ഞു ഇൻഷാ അല്ലാഹ്. ആ മലന്ന് കിടക്കാൻ കത്തി കഴുത്തിലിരിക്കാൻ ആ സമയത്തും പറയുന്നു ഇൻഷാ അല്ലാഹ്. ഇപ്പൊ ഏതാ പറയണേ? ഇത് പള്ളിയിൽ ആളുകൾ വന്നിട്ട് 40 മാത്രം വരാൻ പറയും. ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ വലിയ ഓർമ്മമാരില്ല. അപ്പൊ പിന്നെ ആ വഴിക്ക് വരില്ല. ഇതിന്റെ പൊന്ന സഹോദരങ്ങളെ, ഇപ്പൊ ഏത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ പറഞ്ഞത്? ഇസ്മായിൽ നബിയുടെ ആണല്ലോ. അപ്പൊ എത്ര ഇസ്മായിൽ ഇവിടെ ഉണ്ടെന്ന് ഇപ്പൊ ഇൻഷാ അല്ലാഹ് അറിയാൻ പറ്റും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മൂസയെ കൊല്ലാൻ തീരുമാനിച്ചു ഫിറഔൻ, മഅ്ദനിയെ കൊല്ലാൻ തീരുമാനിച്ചു അഭിനവകാല ഫിറഔൻ. യഥാർത്ഥത്തിൽ അതായിരുന്നത്. ഒരു കാല് പോയി നിന്നുള്ളൂ. മഅ്ദനിയും ഖുർആനും അങ്ങനെയല്ലേ? വകാല ഫിറഔൻ ദറൂരി അഖ്തുൽ മൂസ. ഫറഔൻ പറഞ്ഞു മൂസയെ കൊല്ലാം. സഹോദരങ്ങളെ തീരുമാനിച്ചു മൂസയെ കൊല്ലാൻ ഫിറഔൻ, മഅ്ദനിയെ കൊല്ലാൻ തീരുമാനിച്ചു അഭിനവകാല ഫറഔൻ. പക്ഷേ തലനാരിടയ്ക്ക് രക്ഷപ്പെട്ടു പോയത് ഒരൊറ്റ കാര്യമാണ്. അവർക്ക് മഅ്ദനി മാപ്പ് കൊടുത്തു എന്നതാണ് ചരിത്രത്തിന്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഒരു കാര്യം ഉറപ്പ്, മഅ്ദനി ചരിത്രത്തിൽ അറിയപ്പെടാൻ പോകുന്നു. ഉമർ മുഖ്താറിന് ശേഷം, സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിക്ക് ശേഷം ഇസ്ലാമിക നവോത്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ പിൽക്കാലത്ത് ഇന്ന് നാം ഉമർ മുഖ്താറിനെ പഠിക്കുന്നത് പോലെ ഇൻഷാ അല്ലാഹ് നമുക്ക് പുറകെ വരുന്ന സമൂഹം അബ്ദുൽ നാസിർ മഅ്ദനിയെ പഠിക്കും. തീർച്ച അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. കാരണം ആ മനുഷ്യന്റെ ചങ്കൂറ്റ സമ്മതിച്ചു കൊടുക്കുക, അത് ഞാൻ അനുഭവിച്ചറിഞ്ഞ ആളാണ്.
ആ മനുഷ്യൻ ഒരു കാല് പോയാലും തൂക്കം കുറഞ്ഞാലും ആ റൂമിന്റെ അകത്തിരുന്നിട്ട്, ഹസനാണ് എനിക്ക് വാതിൽ തുറന്നത്, ഞാനിവിടെ വിളിക്കാതെ ഒത്തിരി പ്രാവശ്യം വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ അകത്തിരുന്ന് സൂഫിയാമാദിനെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ തലേദിവസം അവിടെ ഇരുന്നപ്പോൾ ആ സമയത്ത് ഇപ്പം അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പിൽ ഞാൻ പോയപ്പോൾ ഞാൻ ചോദിച്ചു, ഉസ്താദെ ഒരിക്കൽ തിരുവനന്തപുരത്ത് വന്നപ്പോൾ എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയി കണ്ടു. അപ്പോൾ ഞാൻ ഉസ്താദെ ഭയമുണ്ടോ? ആ സമയത്ത് നമ്മളൊക്കെ ആണെങ്കിൽ എൻ്റെ പൊന്നു സാറിന് ഇപ്പം ഇത്രയും നാളും ജയിലിൽ കിടന്നാൽ നമ്മൾ ഷുഗർ വന്നിട്ട് 35 കിലോയെങ്കിലും ഉണ്ട് മാതിരി നമ്മൾ വെറും ഫോട്ടോസ്റ്റാറ്റ് കാണും. നമ്മളാണോ എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ആർക്കാ ധൈര്യമുള്ളത്? കാക്കിയിട്ട വേഷത്തിൽ പോസ്റ്റ്മാനെ കണ്ടാൽ തൊപ്പി വിടുന്നവരുണ്ട്. പട്ടാളക്കാര് തൂക്കിപ്പിടിച്ച വാളുകളുടെ നടുവ് വയനത്തുകളെ നെഞ്ഞിലേക്ക് മാറിയിട്ട് തൂക്കുകയറിലേക്ക് നടന്നു പോകുമ്പോ ആ സമയത്ത് തൂക്കുകയറി തന്റെ ശരീരത്തിലേക്ക് കരുത്തിലോട്ട് മുറുകുമ്പോ കരുമരത്തിൽ കിടന്ന് തൂങ്ങിയാടുമ്പോ കമീസിന്റെ പോക്കറ്റിൽ വെച്ചിരിക്കുന്ന ഖുർആൻ എടുത്ത് കയ്യിൽ വെച്ചിട്ട് الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. തൂക്കുമരത്തിൽ കിടന്ന് പിടഞ്ഞു വിരിച്ച ഉമർ മുഖ്താറിനെ പോലെ ഇൻഷാ അല്ലാഹ് അഹമ്മദ് കബീറിന്റെ പുറകെ വരുന്ന ഒരു സമൂഹം ഒരു കാലഘട്ടത്തിൽ ഉമർ മുഖ്താറിനെ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ ചരിത്രത്തിൽ പറയപ്പെടുന്ന ഒരു നാമമായി മൈലാകപ്പള്ളിയിലെ ഈ ചെറിയ പ്രദേശത്ത് അബ്ദുസ്സമദ് മാസ്റ്ററിന്റെ പൊന്നുമോൻ അബ്ദുൽ നാസർ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ചരിത്രം പഠിക്കുന്ന കാലം വിദൂരമല്ല. പക്ഷെ ആ കാലത്തിന്റെ നടുവ് നമുക്ക് ചെയ്യേണ്ട ഒരു ജോലിയുണ്ട്. ഫറോവ തീരുമാനിച്ചു മൂസയെ കൊല്ലാൻ, അഭിനകാര ഫറോവമാര് തീരുമാനിച്ചു അബ്ദുൽ നാസർ മഹദനിയെ കൊല്ലാൻ. ആയിരക്കണക്കിന് ആളുകൾ ലോക സമൂഹം മുഴുവനും ഒരുമിച്ചുകൂടി കൊട്ടാര മധ്യത്തിൽ എല്ലാവരും നിൽക്കുമ്പോ ബഹുമാനപ്പെട്ട മൂസാ നബിയെ മധ്യത്തിൽ വെച്ചിട്ട് ഊരി പിടിച്ച വാളുമായി പട്ടാളക്കാർ കാത്തു നിൽക്കുമ്പോ സിംഹാസനത്തിൽ ചാരിയിരുന്നിട്ട് ഫറോവ പറഞ്ഞില്ലേ കൊല്ലുക 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 എന്ന് ഫറോവ പറഞ്ഞപ്പോ ഇതേ അവസരമാണ് മഹദനിക്ക് അഗ്രഹാരതയിലെ ഇരുമ്പടിക്കുള്ളിൽ ആയിരക്കണക്കിന് തോക്കുധാരികൾ നാക്കി നിൽക്കുമ്പോ ഏടോ തിരശ്ശീലയിലെ ഫറോവ കൊല്ലാൻ തിരക്കഥ ഒരുക്കുമ്പോ സഹോദരങ്ങളെ നമുക്ക് ചരിത്രത്തിന്റെ ദൗത്യം ഏറ്റെടുക്കണ്ടേ? ഇവിടെ ഒരുമിച്ച് കൂടിയതിന്റെ ചരിത്രത്തിൽ നമ്മളും അറിയപ്പെടണ്ടേ? അതുകൊണ്ട് അബ്ദുൽ നാസർ മഹദിനെ ഹൃദയത്തിൽ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ആവേശമല്ല ചെറുപ്പക്കാരെ വേണ്ടത്. ഏത് ആവേശമാണെന്നറിയുമോ? വകതിരിവുള്ള ആവേശം വേണം, വാക്കുകളുടെ ജൽപ്പനങ്ങൾക്കല്ല. ആ സമയത്ത് ഫറോവയുടെ കൊട്ടാരത്തിന്റെ നടുവില് ചരിത്രം പറയട്ടെ, ഫിറഔൻ പറയുകയാണ്, സഹോദരങ്ങള് മൂസയെ കൊല്ലാൻ പറയുമ്പോ ആയിരക്കണക്കിന് ആളുകള് പടയാളികൾ കുന്തുപൊന്നിട്ട് നിൽക്കുമ്പോ ആ സമയത്തറാ ഫറോവയുടെ സിംഹാസനത്തിന്റെ ചുവട്ട് ഒരു ആളനക്കമുണ്ടായി. ആ സമയത്ത് ചാടി എഴുന്നേറ്റിട്ട് ഒരാൾ പറഞ്ഞു, ഇല്ല ഇല്ല, മൂസയെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയട്ടെ, വഖാല റജുലുൻ മുഅ്മിനുൻ മിൻ ആലി ഫിർഔന യക്തുമു ഈമാനഹു അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ് വഖദ് ജാഅകും ബിൽ ബയ്യിനാതി മിൻ റബ്ബികും. ആ സമയത്ത് ഖുർആൻ പറയുകയാണ്, ഫറോവയുടെ സിംഹാസനത്തിന്റെ തൊട്ടടുത്ത് ചാടിയെന്നേറ്റു ആരെന്നറിയോ? വഖാല റജുലുൻ ഒരാണത്തമുള്ള ആൺകുട്ടി ചാടിയെടുന്നേറ്റു. ആൾത്തലപ്പുകളെ കണ്ടിട്ട് ഭയന്നില്ല, കുന്തം കണ്ടിട്ട് ഭയന്നില്ല. ചാടിയെടുന്നേറ്റിട്ട് ചോദിച്ചു, എന്താ നിങ്ങൾ ചെയ്യുന്നത്? അയാൾ ഫറോവയുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. അയാൾ വിളിച്ചു ചോദിച്ചു, എന്താ നിങ്ങൾ ചെയ്യുന്നത്? അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞതിന്റെ പേര്, സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേര് ഈ പാവപ്പെട്ട ചെറുപ്പക്കാരനെ നിങ്ങൾ കൊല്ലാൻ പോകുന്നവോ? ആ മനുഷ്യൻ പരിസരം ശ്രദ്ധിച്ചില്ല, സാഹചര്യങ്ങൾ ശ്രദ്ധിച്ചില്ല. ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇല്ല ഇല്ല, എന്റെ സിരകളെ ഒരൽപ്പമെങ്കിലും ജീവൻ അവസാനിക്കുന്നിടത്തോളം കാലം ഞാനത് സമ്മതിക്കില്ലെന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ പോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ആണത്തമുള്ള ആൺകുട്ടിയാവണം.
ആണത്തമുള്ള ആൺകുട്ടിയാണെന്നറിയോ? റമദാൻ 30 നോമ്പ് പിടിച്ചിട്ട് പെരുന്നാളിന് രാവിലെ പെരുന്നാൾ നിസ്കാരവും മൈനാഗപ്പള്ളി പള്ളിയിൽ കഴിഞ്ഞിട്ട് അങ്ങനെ കരുനാഗപ്പള്ളി തിയേറ്ററിൽ പോയി മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ റിലീസ് പടത്തിന്റെ ആദ്യത്തെ ടിക്കറ്റ് എടുത്തിട്ട് തക്ബീർ വിളിക്കുന്നവൻ ആണത്തമുള്ള ആൺകുട്ടിയല്ല. റമദാൻ കഴിയുന്ന പെരുന്നാളിന്റെ പകലിൽ ളുഹർ നിസ്കാരമല്ല, പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ബിവറേജ് കോർപ്പറേഷന്റെ ലൈൻ നിന്നിട്ട് തലയുടെ മുകളിലൂടെ ചാടിയെടുത്തേക്ക് 10 കുപ്പി കക്ഷത്തിന്റെ ഇടയിൽ പിടിച്ച് ആവാസത്തോടെ ആണത്തമുള്ള ആൺകുട്ടിയല്ല. ആരാ മോനെ ആണത്തമുള്ള ആൺകുട്ടിയാരാ? അഭിനവകാല ഫറോവമാരുടെ മുമ്പിൽ അത്യുന്നാശ്രമത്തിൽ ജയിലിലടഞ്ഞാലും ഞങ്ങളതിനെ സമ്മതിക്കില്ലെന്ന് പറയുന്ന ഫറോവയുടെ സിംഹാസനത്തിന്റെ തൊട്ടടുത്ത് ചാടിയെടുന്നേറ്റ ഒരു റജുലായി മാറാൻ, ആണത്തമുള്ള ആൺകുട്ടിയായി മാറാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആണത്തമുള്ള ആൺകുട്ടിയാവേണ്ടത് എങ്ങനെയാ സഹോദരങ്ങളെ? അതെങ്ങനെയെന്നറിയോ? ഇവിടെ നിന്നിട്ട് കുരു തക്ബീർ വിളിച്ചാൽ ദൗത്യം തീരുമോ? അത് നമ്മുടെ സമരത്തിന്റെ ഭാഗമാണ്, അത് പ്രതിഷേധത്തിന്റെ ഭാഗമാണ്. പക്ഷേ കർമ്മപദത്തിൽ കടന്നു വരണം. ആണത്തമുള്ള ആൺകുട്ടിയാരെന്നറിയോ? ആണത്തമുള്ള ആൺകുട്ടിയാരെന്നറിയോ? ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താ? അബ്ദുന്നാസർ മഅദനി ഉസ്താദ് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള പള്ളികളിൽ പ്രസംഗിച്ച് നടന്നു. കഴിഞ്ഞ ആഴ്ച കാസർഗോഡ് പ്രസംഗിച്ചപ്പോ ഞാൻ പറഞ്ഞു, അബ്ദുന്നാസർ മഅദനി വഅദ് പറഞ്ഞിട്ട് പൈസ പിരിച്ചുണ്ടാക്കിയ പള്ളിയുടെ മിഹ്റാബില് എല്ലാവരും ഒത്തിരുന്നിട്ടൊന്ന് ദുആ ചെയ്താ എപ്പോഴേ മഅദനി ജയിലിൽ നിറങ്ങുമായിരുന്നു. സഹോദരങ്ങളെ, അഹമ്മദ് കബീർ വഅദ് പറഞ്ഞ് പിരിക്കാറുണ്ട്, പക്ഷേ പിന്നീട് അഹമ്മദ് കബീറിനെ ഓർക്കാൻ ആളുകൾ ഉണ്ടാവില്ല. അബ്ദുന്നാസർ മഅദനി പിരിച്ചു കൊടുത്തിട്ടുണ്ടാക്കിയ പള്ളിയുടെ മിഹ്റാബില് ഒന്നിച്ചിരുപത്തേഴാണ്ട് അവരുടെ ദുആ ഉണ്ടായാൽ എപ്പോഴേ അദ്ദേഹം തിരിച്ചിറങ്ങുമായിരുന്നു. നന്ദി കെട്ടവർഗം തിരിഞ്ഞുകുത്തി. സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് ചെയ്യാനുണ്ട്. ആയിരക്കണക്കിന് മതപ്രഭാഷണ വേദികളിൽ വഴുതു പറഞ്ഞ ആ മനുഷ്യൻ ജീവിതത്തിൽ ജയിലിൽ പോയപ്പോഴും ഓർത്തതെന്നറിയോ? ജയിലിലേക്ക് അൻവാശേരിയുടെ മുറ്റത്ത് നിന്ന് ജയിലിലേക്ക് പോകാൻ വാഹനത്തിൽ കയറിയപ്പോ അബ്ദുന്നാസർ മഅദനി തിരിഞ്ഞു നോക്കിയത് മക്കളെ കെട്ടിപ്പിടിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട മകൻ കവളത്തോട്ട് ചുംബനം കൊടുക്കുമ്പോ ഈ അൻവാറിന്റെ മുറ്റത്ത് നിന്ന് പോകുമ്പോ അദ്ദേഹം നോക്കിയൊരു നോട്ടമുണ്ട്. എന്റെ ജന്മത്തിന്റെ എല്ലാ പരിശ്രമങ്ങളും വെച്ച് ഞാൻ പടുത്തുയർത്തി ഈ അൻവാറിന്റെ മക്കള്, ഇവിടുത്തെ മുത്തല്ലിമീങ്ങള്, ഇവിടുത്തെ ആകതിയനാട് മക്കള് ആരാണെന്ന് കൈപിടിക്കാനുള്ളത്? ആരാണെന്ന് കൈപിടിക്കാനുള്ളത്? അബ്ദുന്നാസർ മഅദനിയോടുള്ള സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് തീരുമാനിക്കാം. മഅദനി ഉസ്താദ് ജയിലിലാണെങ്കിലും ഇല്ല, മഅദനി ഉസ്താദ് ഞങ്ങളെ നശിക്കാൻ അനുവദിക്കില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ 3 നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട്